നീ ഇത് എങ്ങോട്ട് പോയതാ? ഞാനേ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. നവ്യേ, ഇത്തവണ ഓണത്തിന് ഇതുവരെ ഉണ്ടായ നഷ്ടം മാറ്റണമെന്നാ അച്ഛൻ പറയുന്നത്. അതിനുവേണ്ടി ഇനി ചതിയുടെയും വഞ്ചനയുടെയും പാതയിലൂടെ അല്ല പോകുന്നത്. ഇത്തിരി നഷ്ടം സഹിച്ചിട്ടായാലും ബിസിനസ് പിടിച്ചെടുക്കാനാണ് അച്ഛൻ നോക്കുന്നത്. അതിനുവേണ്ടി കൂടുതൽ ഓഫേഴ്സൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. ആരെയും ആകർഷിക്കുന്ന പരസ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നിനക്ക് ജോലി കൂടും. ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേപ്പറ്റി ഇടയ്ക്ക് ഡേവിഡ് സാർ വിളിച്ച് പറഞ്ഞിരുന്നു. കുറച്ച് കൂടുതൽ ദിവസം വർക്ക് ഉണ്ടാവും പറഞ്ഞു. AN ജ്വല്ലറി എന്റെ അച്ഛന്റെ കമ്പനിയാണെങ്കിലും നമുക്കുള്ള സാലറിയിൽ അച്ഛൻ കുറവൊന്നും വരത്തില്ല. എന്ന് മാത്രമല്ല, ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിക്കാനുള്ള പൈസയും നമുക്ക് കിട്ടും. നമുക്ക് ഈ ഓണം ഒന്ന് കളറാക്കണം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഓണം ഉണ്ണണമെന്നാണ് ഇവിടുത്തെ കാരണവരുടെ ഓർഡർ. ഇത്തവണ ഓണം അങ്ങനെ ഉണ്ടാലും അച്ഛൻ ഞങ്ങളെ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കും. ഞങ്ങൾ ചെന്നിട്ടേ അച്ഛൻ സദ്യ കഴിക്കത്തുള്ളൂ. ആരായി ഞങ്ങൾ? അല്ല, അത് പിന്നെ ഞങ്ങളെന്നല്ല പറഞ്ഞത്, നമ്മളെന്നാ പറഞ്ഞത്. ഞാനും നീയും നമ്മുടെ കുഞ്ഞും. അന്നേ ദിവസം ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നീ പുറത്തു പോണെന്നങ്ങ പറഞ്ഞാ മതി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. നിനക്ക് എന്തും പറയാലോ. നീ ഇവിടുത്തെ റിബലല്ലേ. നിന്നെ തടയാൻ മുത്തശ്ശന് പോലും കഴിയില്ല. മോഡലിംഗും ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചിരുന്നതാ. അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നത് AN ജ്വല്ലറിക്കാരാ. അതിനുള്ള നന്ദി ഞാൻ കാണിച്ചിരിക്കും. ഇവളുടെ വീക്ക്നെസ്സിൽ തന്നെ പിടിക്കുന്നതാണ് നല്ലത്. അതെ നവ്യ, അച്ഛൻ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. ഒരു സിനിമ എടുക്കണമെന്ന്. അതിനുവേണ്ടി ഒരു 5-6 കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണെന്നും എന്നോട് പറഞ്ഞു. ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറുകളെ വെച്ച് ആ ബജറ്റിൽ എന്തായാലും പടം എടുക്കാനൊന്നും പറ്റില്ല. എങ്കിലും 2ാം നിരയിലുള്ള താരങ്ങളെ വെച്ചിട്ട് ഒരു പടം എടുക്കാനാണ് അച്ഛൻ നോക്കുന്നത്. അങ്ങനെയെങ്കിലേ അതിലെ നായികയായിട്ട് ഞാൻ പറയാതെ തന്നെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, നീ തന്നെ മതിയെന്ന്. സത്യാടി. നീ വെറുതെ എന്നെ കൊതിപ്പിക്കരുത് കേട്ടോ. അയ്യോ അല്ലടി, അച്ഛൻ അത് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഞാനാണ് മുന്നിൽ നിന്ന് എല്ലാം നോക്കുന്നത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഞാനായിരിക്കും. പിന്നെ പേര് വെക്കാൻ പറ്റില്ല. പേര് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇവിടെ കൊലപാതകം നടത്തും. അല്ലെങ്കിൽ ഈ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതാ നല്ലത്. നിന്റെ അച്ഛൻ ഇനി സിനിമ എടുക്കണം തീരുമാനിച്ച സ്ഥിതിക്ക് നീ അച്ഛനെ ചൂടാക്കിക്കൊണ്ടിരിക്കണം. ഒരു സിനിമയിലൊക്കെ എത്തിക്കഴിഞ്ഞാലേ നമ്മുടെ ഗ്രാഫ് മാറൂടാ. നിന്നെ സ്റ്റാർ ആക്കാൻ അച്ഛൻ തീരുമാനിച്ചതേ മറ്റൊന്നും കൊണ്ടല്ല. നിനക്ക് അങ്ങനെ ഒരു ഇമേജ് കൂടി വന്നു കഴിഞ്ഞാ അതും നമ്മുടെ ജ്വല്ലറിക്ക് ഗുണം ചെയ്യും. പിന്നെ ഫിലിം സ്റ്റാർ ആണല്ലോ മോഡലാവുന്നത്. അത് ശരിയാ. അച്ഛനെ ഒരു ബുദ്ധിരാക്ഷസനാ, നല്ലൊരു ബിസിനസ്മാനുമാണ്. അതുകൊണ്ടാ എല്ലാം നഷ്ടപ്പെടുത്തുമെന്ന് സകലതും തിരിച്ചു പിടിച്ചത്. പക്ഷേ ഇവിടെ ചിലരുടെ മുന്നിൽ അച്ഛന് തല താഴ്ത്തേണ്ടി വന്നു. അതൊക്കെ താൽക്കാലികം മാത്രമാ. അവസാനം അച്ഛൻ തന്നെ വിജയിച്ചിരിക്കും. ഈ തറവാടിന്റെ കാരണം വരെ പുറത്താക്കിയിട്ട് ചിലപ്പോ ഈ തറവാട് തന്നെ അച്ഛൻ സ്വന്തമാക്കിയെന്ന് വരും. അതിനെ എന്റെ എല്ലാ സഹായവും ഉണ്ടാവും. എല്ലാ സഹായവും ഉണ്ടാവും നിന്നെയും നിന്റെ അച്ഛനെയും തകർക്കാൻ.